വെൻ ഇറ്റ് മാറ്റേഡ് ദ മോസ്റ്റ്. അതാണ് സഞ്ജു സാംസൺ ഇന്നത്തെ ഇന്നിങ്സ്. ഒരു മലയാളി എന്ന നിലയിൽ ഒരുപാട് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. 2016 വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റതിന് ഇന്ന് നമ്മൾ 2026 10 വർഷത്തിനിപ്പുറം പ്രതികാരം വീട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരു മലയാളിയുടെ മധുര പ്രതികാരമായിരുന്നു. സഞ്ജു സാംസണിനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ ടോപ്പ് ഓർഡറിൽ റൈറ്റ് ഹാൻഡർ വേണമെന്ന് പറഞ്ഞപ്പോഴും എന്നോട് പലരും പറഞ്ഞതാണ് ഓപ്പണായിട്ട് ഒരു ഡിബേറ്റിന് വരെ വരാം, അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞു നീ ഒരു മലയാളി ആയതുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത്, എനിക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷെ അതൊന്നുമല്ല. ദ ടാലൻറ്റ് വിൽ റിസൾട്ട്. അതായത് ഏറ്റവും പീക്കസ്റ്റ് ഫോമിലാണ് ഒരു ടാലൻറ്റ് റിസൾട്ട് ചെയ്യുന്നത്. ഇന്ന് അത്രയും അണ്ടർ പ്രഷറിൽ അദ്ദേഹം അഖിൽ ഹുസൈനെ കൈകാര്യം ചെയ്തത്, ഒരു ലെഫ്റ്റ് ഹാൻഡറായിട്ട് കൂടി അഖിൽ ഹുസൈന് വിക്കറ്റ് കൊടുത്ത് അഭിഷേക് ശർമ്മ മടങ്ങിയത്, അതിനുശേഷം ഇഷാൻ കിഷൻ അത്രയും നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയിട്ട് നിരുത്തരവാദിത്തപരമായിട്ട് കളിച്ചത്, അവിടെയൊക്കെ സഞ്ജു വി സാംസണ് എളുപ്പത്തിൽ ഔട്ടാകാനുള്ള ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം പേഷ്യൻസ് കാണിച്ചെങ്കിൽ കൂടി ഒരുപാട് ഡോട്ട് ബോൾസുകളില്ലാതെ 26 പന്തിലാണ് 80 റൺസ് തികച്ചത്. അപ്പോൾ ഇന്ത്യയുടെ 2 വിക്കറ്റ് നഷ്ടമായിട്ടിരിക്കുകയാണ്. ഒരിക്കൽ പോലും ഇന്ത്യയുടെ റൺ റേറ്റ് താഴെ കൊണ്ടുവരാൻ അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹം കൃത്യമായിട്ട് ഷോട്ടുകൾ തീർത്ത് റിസ്കി ഷോട്ട് കളിച്ച് കൃത്യമായി ഗ്യാപ്പുകൾ കണ്ടെത്തി ഷഫിൾ ചെയ്ത് ബോളേഴ്സിനെ കബളിപ്പിച്ച് ഇന്ത്യക്ക് വേണ്ടുന്ന, അതായത് ഇന്നൊരു ക്വാർട്ടർ ഫൈനൽ പോലെ ഒരു മത്സരമായിരുന്നു. ഇന്ത്യ സംശയിച്ച, അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ സംശയിക്കാതിരുന്ന സഞ്ജു വി സാംസൺ അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി തൻ്റെ ലൈഫിലെ ഏറ്റവും ഗംഭീരമായ ഇന്നിങ്സ് കളിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷനും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമോഷനും എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത്രയും നല്ലൊരു ഡേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡേ കിട്ടാനായി അദ്ദേഹം എത്രത്തോളം ആഗ്രഹിച്ചു എന്നുള്ളത്. ഹീ ഈസ് സമ്മൺ ഹു വർക്ക്ഡ് റിയലി ഹാർഡ്. 10 വർഷത്തോളമായിട്ട് ഇന്ത്യൻ ടീമിൽ, അതായത് സ്ഥിരതയില്ലാതെ വന്നും പോരുന്ന ഒരു താരമാണ്. 2024 വേൾഡ് കപ്പിൽ ഒരു മാച്ച് പോലും കളിക്കാൻ അവസരം കിട്ടാതെ പോയ ഒരു താരമാണ്. 2026 വേൾഡ് കപ്പിലോട്ട് വന്നപ്പോൾ അതിന് മുന്നത്തെ സീരീസിൽ ഫോം ഔട്ട് ആയതിൻ്റെ പേരിൽ തുടക്കത്തിലെ മത്സരങ്ങൾ നഷ്ടപ്പെട്ടവനാണ്. പക്ഷേ കിട്ടിയ അവസരങ്ങളിലെല്ലാം ഒരിക്കൽ പോലും സ്ട്രൈക്ക് റേറ്റ് താഴാതെ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച സഞ്ജു, നീയാണ് ഹീറോ.